ഗൈസ് നമ്മൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുവാണ്. ആദ്യം നമ്മൾ കടുകിട്ട് മൂപ്പിച്ചു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നമ്മൾ മൂപ്പിക്കുകയാണ്. ഒരു റോസ് കളർ ആകുന്ന വരെ നമ്മൾ ഇത് മൂപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ പറയാം. ഹായ് ഗൈസ്, ഒരു കളറൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏതാണ്ടൊരു റെഡ് കളറോളം ആയിട്ടുണ്ട്. ഇനിയും നമ്മളിടാൻ പോകുന്നത് പിന്നെ ഉള്ളിയാണ്. ഉള്ളി നമ്മളിട്ടൊന്ന് മൂപ്പിക്കണം. ഉള്ളി മൂപ്പിച്ചതിന് ശേഷം ഞാൻ തനിയെ വഴിയെ പറയാം. ഞാൻ എപ്പോഴും എടുത്തില്ല, അരി പിടിക്കത്തില്ല. ഞാൻ വല്ലപ്പോഴൊക്കെ അരി തീരുമ്പോൾ നമ്മൾ ഹായ് ഗൈസ്, നല്ല കളറായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് നമുക്ക് ചേരുവകൾ ചേർക്കാനുണ്ട്. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക്, ഇത്രയാണ് നമ്മളിതിനകത്ത് മിക്സ് ആക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർക്കാൻ പോവുകയാണ്. മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, പിന്നെ കുരുമുളക് 1/2 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. ഇനി നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ച് കൊടുക്കും. തീ കുറച്ചിട്ട് വേണം മൂപ്പിക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണക്കാരൻ്റെ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂക്കുമ്പോഴത്തേനും നമ്മൾ 1 കപ്പ് വെള്ളം എടുത്ത് വെക്കണം. ഒരു 1/2 കപ്പായാലും മതി. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് മൂത്തതിന് ശേഷം. മൂത്തില്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ചെവയുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂപ്പിക്കുന്നത്. മൂപ്പിക്കുമ്പം ചെവ വരാത്ത രീതി നല്ലപോലെ ഒന്ന് മൂത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒരു 1/2 കപ്പ് ഒഴിക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇത് ഗ്രേവി പരുവത്തിലാക്കുക. നല്ലപോലെ മിക്സ് ആവണം. നല്ല ഗ്രേവി ടൈപ്പിലാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ആവശ്യത്തിന് ഇടാവും. കൂടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് വായി വെച്ച് തിന്നാൻ കൊള്ളാത്ത രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലപോലെ ഈ ഗ്രേവി ഒന്ന് സെറ്റാകണം. സെറ്റാകുന്ന പറഞ്ഞാൽ നല്ലപോലെ ഇത് വരണം. ഒരു 1/2 സ്പൂണ്. ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ അത് ഇടുകയാണ്. വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ഒഴിച്ചാൽ മതി. അതുകൊണ്ട് ചിക്കൻ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കും. ആവശ്യമുള്ള ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം, അതായത് നമ്മളിപ്പോൾ ഇട്ട റെസിപ്പി പ്രകാരം നമ്മളിട്ട ചിക്കൻ എന്ന് പറഞ്ഞാൽ 2 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. അതനുസരിച്ച് നമ്മൾ ഇതിനെ റെസിപ്പി ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ചിക്കൻ വേവിക്കുന്നതിൻ്റെ കാരണം നമുക്ക് ഒത്തിരി നേരം പിന്നെ നമ്മൾ ഈ മസാല ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം മസാല ഒന്ന് പിടിച്ചാൽ മതി. ആൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതുകൊണ്ട് മസാല ഒന്ന് പിടിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ സാധാരണക്കാരുടെ ചിക്കൻ കറിയാണ്. അപ്പോൾ സാധാരണക്കാരുടെ ചിക്കൻ കറിയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി പിന്നെ മസാലകളും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വയറ്റിന് സുഖമില്ലാതെ, അതുപോലെ ക്യാൻസറൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാനിത് വേണ്ടതിന് ശേഷം വീണ്ടും കഴിക്കുകയാണ്. ഏതാണ്ട് എല്ലാ പക്കത്തിന് റെഡിയായിട്ടുണ്ട്. നല്ല തിളയ്ക്കുന്നത് നമ്മളൊരു 10 മിനിറ്റത്തേക്കാണ് നമ്മൾ മസാല ഒന്നും വേണ്ടിയാണ്. അതെല്ലാവരും ചിക്കൻ ട്രൈ നോക്കുക. അതുപോലെ നിസാർ ചാനൽ സാധാരണക്കാരൻ്റെ ചാനൽ, അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. അതുപോലെ ബെല്ലൈക്കൺ
പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ. ഇനി വീണ്ടുമായി വീണ്ടും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.